ഹലോ ഫ്രണ്ട്സ്, എൻ്റെ കയ്യിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഈ സാധനം കണ്ടിട്ട്? എന്താ നല്ല മണവും അതുപോലെ തന്നെ ടേസ്റ്റുള്ളൊരു സാധനം കേട്ടോ. അടിപൊളിയാണ്. എന്താണെന്ന് കാണണമെങ്കിൽ പോര്. ഇതെന്താ പച്ചക്കറി കടയിലോട്ട് നോക്കുന്ന പോലെ ഉണ്ടല്ലേ. ക്യാപ്സിക്കം, ക്യാരറ്റ്, പച്ചമുളക്, സവോള, ബീൻസ്, ഇത്രയും സാധനം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ഓരോന്നും അരിഞ്ഞെടുക്കാവേ. സവാള ഇച്ചിരി ചെറുതായിട്ടാട്ടോ അരിയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം ഇതിലോട്ട് ആഡ് ചെയ്യാം. ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് ഇടാം. എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ അതൊക്കെ നമുക്ക് ഇടാവേ. പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ടാൽ മതി. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇനി എന്താ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള സേമിയ അത് നമുക്കൊന്ന് വറുത്തെടുക്കാതെ. ഈ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന എണ്ണയാണ്. എണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. നമുക്ക് ഏതിൻ്റെയാണ് കൂടുതൽ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അങ്ങനെ എടുക്കാതെ. ഞാൻ എണ്ണയാണ് എടുത്തേക്കുന്നത്. നെയ്യ് ഒഴിക്കേണ്ടവർക്ക് നെയ്യ് ഒഴിക്കാം. നമ്മളിപ്പോൾ സേമിയ വറുത്ത് മാറ്റി അതേ പാനിലോട്ട് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുകിടാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം അതുകൂടി ഇടാം. അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ക്യാരറ്റ്, ബീൻസ് ഇത്രയും സാധനം നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അതായത് നല്ല വേവുള്ള സാധനങ്ങൾ ആദ്യം ചേർത്ത് കൊടുക്കാതെ. ക്യാരറ്റൊക്കെ വെന്ത് വരാൻ കുറച്ച് ടൈം നമുക്ക് എടുക്കും. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. വഴറ്റിയതിന് ശേഷം ഉപ്പിടുക. ഉപ്പ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാം. തുടക്കത്തിലും ഇടാം, അവസാനത്തിലും ഇടാം കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാൻ വളരെ കുറച്ച് ചിക്കൻ മസാല കേട്ടോ, ഒരു നുള്ള് ചിക്കൻ മസാല കൂടി ഇട്ട് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് നമുക്ക് എന്തോരമാണ് വെള്ളം ആവശ്യമുള്ളത് അത്ര ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നമുക്ക് ഇത് ഏലക്കപ്പൊടിയാണ്. ഏലക്കപ്പൊടിയായിട്ടും ചേർക്കാം, അല്ലാണ്ട് ഏലക്ക ചതച്ചിട്ട് വേണേലും കൊടുക്കാം. അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയാണ് നമ്മൾ പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇനി വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കാം. ഈ സേമിയ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം. സേമിയ ഏകദേശം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. തന്നെ വെള്ളം നന്നായിട്ട് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇടുന്നത്, ആവശ്യത്തിന് മാത്രം. ഇതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ ഉപ്പുമാവ്, ചിലർ പുലാവ് എന്നൊക്കെ പറയും, സംഭവം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഞാൻ നാരങ്ങാച്ചാറ് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. സൂപ്പറാണ്.